ബാറ്റു ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് DPM ആയിട്ടാണ്. ഓണത്തിനുണ്ട് മൗണ്ടൈനിൽ ഒരു റിസോർട്ട് എടുത്തുകയായിരുന്നു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഡ്രോൺ ഉണ്ട്. അപ്പോൾ ആ ഡ്രോൺ ഞാൻ പറത്താമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറത്തിക്കൊണ്ട് ഇരിക്കുമ്പോഴാണ് ആ എന്താ പറയുക അവിടെ എന്തൊരു സാധനം സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു സാധനമാണ്. അപ്പോൾ നമുക്കതൊന്നൊരു സൂം ചെയ്ത് നോക്കി നോക്കാം. ഇതൊരു കാറാണ്, ഇതൊരു സിവിക്കാണ്. ഒരു സിവിക്ക് കിട്ടി. അപ്പോൾ സിവിക്ക് എന്നിട്ടൊന്ന് തോന്നിട്ട് സിവിക്ക് അപ്പൊ നേരെ സിറ്റി ടൂ കൂടെ സിവിക്ക് എടുത്തിട്ടുണ്ട്. സിറ്റി ടൂവിൽ ലാംഗ്വേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സിവിക്കിന് നേരെ കണ്ടുവിടാം. ഇതേ സിവിക്കിൻ്റെ സ്പെയർ കീ ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പണ്ട് സിവിക്കിനായി നിങ്ങൾ ഓർക്കുന്നു എങ്ങോട്ടോ കളഞ്ഞാൽ പുതിയതായി എടുത്തിട്ട് വിറ്റത് ഓർമ്മ ഉണ്ടാവും എനിക്ക്. ആ സിവിക്കിൻ്റെ വേറെ എല്ലാ ടീമിനും ഞാൻ കൊണ്ടുപോകാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ വീഡിയോ ഇതാക്കിയിട്ട് ബോഡി പിക്ചർ ഇതിനെ കൊണ്ടുവരാം. എന്നിട്ട് പാട്ട് പാടൊക്കെ കൊണ്ടുവരാം. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വീഡിയോസ് കാട്ടും. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർസൊക്കെ എല്ലാവരും ലെക്ചേഴ്സൊക്കെ എല്ലാവരും മസ്റ്റിട്ട്. അപ്പം എൻ്റെ ഡ്രോൺ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാണ് എന്ത് പെട്ടെന്ന് ഇങ്ങനെ വെള്ളത്തിനടിക്ക് പോകണതിലൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ ഡ്രോൺ എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാണ് പിന്നെ വെള്ളത്തിനടിക്കൊക്കെ അത് പോകും. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അത് കാണാൻ പറ്റിയത് ആ സിവിക്ക്. അതില്ലാതെ ഞാൻ ഇതിപ്പോൾ പറയണില്ല പോലെ വണ്ടിയായിട്ടാണ് ഇത്രയ്ക്ക് ഇതായി. ഈ വണ്ടിക്ക് ABS നോക്കാണ്. പക്ഷേ ഈ വണ്ടിക്ക് ചെറുതായിട്ട് വണ്ടി ഇങ്ങനെ ഓഫായി കൊണ്ടിരിക്കും. എന്താണെന്ന് അറിയാനുള്ള. പിന്നെ ഞാൻ ഇവിടുന്ന് വണ്ടി കഴുകിയിട്ട് നേരെ വിടാമെന്ന് ഞാൻ വിചാരിച്ചു സിറ്റി ടൂക്ക്.
അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമെന്ന്. അപ്പം അയാൾ പറഞ്ഞു എന്താ പറയുക കഴുകിയിട്ട് അങ്ങോട്ട് വന്നാൽ മതി, ബാക്കി ഞാൻ വർക്കൊക്കെ ചെയ്തു തരാം, റിമ്മും ബോഡി കിറ്റ്സൊക്കെ കൊടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ബോഡി കിറ്റ്സും വേണ്ട, റിമ്മിൻ്റെ കളറും നമുക്ക് വാഷ് ചെയ്തിട്ട് അവിടെ വരാം, വണ്ടിക്ക് കുറച്ച് റിപ്പയർ ചെയ്ത് ഗ്ലാസ് ഒക്കെ മാറ്റി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിങ്ങിപ്പോൾ വാഷ് ചെയ്യാൻ പോവാം. വണ്ടി എപ്പോഴും നമ്മളിപ്പോൾ വാഷിംഗ് സെന്റർ എത്താറായി. ഇതിന് കൊണ്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. വണ്ടി ഇപ്രാവശ്യത്തിന് വണ്ടി ഓഫായിട്ടുണ്ടായിരുന്നില്ല, എന്തോ ഇത്ര വണ്ടി ഓഫായില്ല. അപ്പം ഞാൻ എന്താ പറയുക ഗെയിമിൻ്റെ സൗണ്ട് ഒന്ന് കുറച്ചുണ്ട്, നേരത്തെ ഒന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വണ്ടി ഫുൾ വാഷ് ചെയ്ത് വണ്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സിറ്റി 2 പിടിക്കണം. അത് കുറച്ച് പണിയാവും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക സിറ്റിയിൽ നിന്ന് ടെന്നടിക്കാന്നാണ്. പിന്നെ നാളെ നമുക്ക് നേരെ എന്തിടാം സിറ്റി 2 വിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിൽ വണ്ടിക്ക് ലോകമാണ്, ഫ്രണ്ടിൽ വണ്ടിക്ക് ലോകമല്ലേ, എന്താ പറയാനുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഓഫ് റോഡ് കയറാം. അപ്പോൾ ഇതിലിപ്പോൾ സിറ്റി എത്തിയിട്ട് കാണാം. അപ്പോൾ സിറ്റി എത്തുമ്പോൾ ഏതായാലും ഒരു നൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിക്കാന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. അപ്പോൾ ഓനെ കൂടി മീറ്റ് കെട്ടി നേരെ വിടാന്ന് ഞാൻ വിചാരിച്ചത്. ഓനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓനെ കൂടി മീറ്റ് കിട്ടി രാത്രിയാവും നമ്മളിപ്പോൾ എന്താ പറയുക സിറ്റിയിലെത്താൻ. നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സിറ്റി വരെ എത്തിയിട്ടുണ്ട്. വണ്ടി ഇങ്ങനെ ഓഫായി കുറേ സമയം എടുത്തോടെ എത്താൻ. രാത്രിയായി, ഞാൻ പറഞ്ഞാൽ രാത്രി ഞാനുണ്ട് ഇവിടെ. അപ്പോൾ ഓൻ്റെ വീട് ഓൻ എന്താ പറയുക എത്തിയിട്ടില്ല, ഓൻ പുറകിലാണ്. വണ്ടിക്ക് കുറച്ചിപ്പോൾ പവർ കിട്ടുന്നുണ്ട്, ഒരു ഡാമേജ് ഒന്നും ഇട്ടില്ല, പക്ഷേ എൻജിനിൽ എന്തോ ഡാമേജ് ഉണ്ട്, അതാണ് വണ്ടി ഇങ്ങനെ ഓഫാവുന്നത്. അത് റെഡിയാക്കണം നമുക്ക്. പിന്നെ എൻ്റെ ഇന്നിപ്പോൾ നാളെ മാത്രമേ ഇനി പെൽസ് എടുക്കാൻ പോകാൻ പറ്റുള്ളൂ. 2-4 ദിവസമായി ഇപ്പോൾ കണക്ക് കൊടുത്തിട്ട് അവിടെ വണ്ടി. ഈ വണ്ടികളെ ഒതുക്കിടണം. ഈ വണ്ടി ഒതുക്കിടാൻ ഞാൻ അടിയൊന്നും റിവേഴ്സ് എടുത്തില്ല, അത് ഞാൻ മണ്ടത്തരം കാണിച്ചു. ഈ വണ്ടി ഫ്രണ്ട് വീലാണ് എനിക്ക് മനസ്സിലായതാണ്. ഓക്കെ, അപ്പോൾ സിവിക്ക് എടുക്കുന്നവർ വിചാരിക്കുക ഈ വണ്ടി സിവിക്ക് ഇരിക്കുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. സിവിക്ക് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സിവിക്ക് എടുക്കുകയാണെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് സിവിക്ക് എടുക്കാൻ നോക്കുക. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കില്ല, ഡോറസ് ബ്രോക്കർ എന്ന് കാണിക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. ഇത് ഈ റീസ്റ്റോറേഷൻ പാർട്ട് 1 വീഡിയോ ആണ് ഈ വീഡിയോ. ഇനി പാർട്ട് 2 വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇനി നേരെ സിറ്റി 2 വരെ ഉള്ളൊരു വീഡിയോ ആക്കാരം. പിന്നെ പാർട്ട് 3 ബോഡി കിഡ്സ് ആക്കാരം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയർ സബ് എല്ലാവരും മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.